മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം വാക്യം. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണപ്പെട്ട ഒരാളിന് ഉതപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തി, കൃപ വളർത്താൻ നിയോഗം ലഭിച്ചിട്ടുള്ള ഞാൻ, മറ്റുള്ളവനെ സ്വർഗത്തോളം ഉയർത്താനുള്ള കഴിവും സാഹചര്യമുള്ള വ്യക്തിയായ ഞാൻ അത് ചെയ്യാതെ മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടാൻ, മറ്റുള്ളവയെ ഇല്ലാതാക്കാൻ, ആ ചെറിയവരിൽ ഒരുവന് ഇടർച്ച, അവൻ ഉയരരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയിൽ എന്താണ് സ്വർഗം അവന് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത് പറയുകയാണ്. അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ പൊന്തി വന്നാലോ അതിനുപോലും ഒരു സാഹചര്യമിടാതെ അവൻ്റെ കഴുത്തിലൊരു തിരികല്ല് കെട്ടി ആഴക്കടലിലേക്ക് എറിയപ്പെടുന്നു എന്ന്. കാരണം നീ ഭൂമിക്ക് മേളിൽ നിൽക്കേണ്ടവനല്ല, നീ ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടവനാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രോത്സാഹനം കൊടുക്കാത്ത വ്യക്തി, മറ്റുള്ളവരിലുള്ള നന്മയെ കാണാത്ത വ്യക്തി, നിന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അവനെയും സൃഷ്ടിച്ചത് എന്നുള്ള തിരിച്ചറിവ് നിന്നിൽ നഷ്ടപ്പെട്ടിട്ടെങ്കിൽ, പിന്നെ സ്നേഹമുള്ളവരെ, നിന്നിലെ മനുഷ്യത്വം മരവിച്ചു പോയെങ്കിൽ നീ ഭൂമിയിൽ നിന്നിട്ട് കാര്യമില്ല. നീ കൃപയെ ചോർത്തിക്കളയും. നീ മറ്റുള്ളവൻ്റെ നിത്യജീവന് അപകടകാരിയാണ്. അതുകൊണ്ട് നീ കടലിലെറിയപ്പെടുന്നതാണ് ഉചിതമെന്ന് വചനം സൂചിപ്പിക്കുക. ഇതിൻ്റെ സൂചന എന്താണ് സ്നേഹമുള്ളവരെ? മറ്റുള്ളവർ വളരുന്നതിന് വേണ്ടിയുള്ള കാവൽക്കാരാണ് നാം. വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട വ്യക്തികളായ നാം അവരുടെ ഘാതകരായി മാറാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഈ പുൽക്കൂട് യാത്രയിൽ നല്ലതാണ്. ഹെറോദസ് എന്ന വാക്ക് നിൻ്റെ ജീവിതത്തിൽ ചേരില്ലല്ലോ. വളർത്താൻ, പ്രോത്സാഹിപ്പിക്കാൻ, ചേർത്തുപിടിക്കാൻ, കരുതാൻ നിൻ്റെ ജീവിതവും ചുറ്റുപാടും വഴികളും കാരണമാവട്ടെ. ആമേൻ.